ഹായ് വെൽക്കം ടു ഫ്ലെക്സ്ബോക്സ് സീരീസ്. ഈ സീരീസിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഓരോ വെബ്സൈറ്റിലും കുറേയധികം ലേഔട്ട്സ് ഉണ്ടാവും. അപ്പോൾ ലേഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലിംഗ് പ്രോപ്പർട്ടിയാണ്, ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലെക്സ് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ത്രൂ ഔട്ട് ഈ സീരീസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാ സീരീസ് തുടങ്ങുന്ന സമയത്തും നമ്മൾ പറയാനുള്ള പോലെ ഇതിനും ചില പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. മുൻകൂട്ടി ചില സംഭവങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ കാര്യങ്ങളാണ്. ബേസിക്കലി ഈ ഫ്ലെക്സ് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റൈൽ എലമെൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടിയുടെ ഒരു വാല്യൂ ആണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഒരു ഡിസ്പ്ലേ മെക്കാനിസമാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് CSSലുള്ളതാണ്. CSS എന്ന് പറയുന്നത് HTML സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബേസിക്കലി HTML അറിഞ്ഞിരിക്കണം. ഓൾറെഡി HTML നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് അത് ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിംഗ് പ്രോപ്പർട്ടിയാണ്. അതും അപ്പോൾ അറിഞ്ഞിരിക്കണം. അതിൽ രണ്ടിലും ഓൾറെഡി നമ്മൾ സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ടാകും. പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഔട്ട്. എന്താണ് ഫ്ലെക്സ് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ CSSലെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഒരു വാല്യൂ ആണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെ കാണിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു CSS സ്റ്റൈലിംഗ് പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് വാല്യൂ ഇൻലൈൻ എന്നുള്ളതാണ്. ഇൻലൈൻ എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഒരു ലൈനിൽ ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ സ്റ്റാക്ക് ചെയ്ത് കാണിക്കും, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കും എന്നുള്ളതാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രിഡ് എന്ന് പറയുന്നത് ഒരു ലേ ഔട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഫോർ സിമ്പിൾ എക്സാമ്പിൾ, ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് ന്യൂസ് പേപ്പറിലെ ലേ ഔട്ട് ഏകദേശം ഇതേപോലെയാണ് ഉണ്ടാവുക. അതിൽ ഒരു കോളം സൈഡിലുണ്ടാവും, അപ്പുറത്തൊരു കോളം ഉണ്ടാവും, ടോപ്പിലൊരു ഹെഡ് ഉണ്ടാവും. ഇങ്ങനത്തെ ലേ ഔട്ടുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നല്ലൊരു അപ്രോച്ച് ഗ്രിഡായിരിക്കും. ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഇൻലൈൻ ബ്ലോക്ക്, ഇൻലൈൻ ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓരോരോ യൂസ് കേസിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യണം. മേജറായിട്ടും യൂസ് ചെയ്യാറുള്ളത് ഈ 3 പ്രോപ്പർട്ടീസും. പിന്നെ ഫ്ലെക്സ് ആണ് ഏറ്റവും കൂടുതൽ ലേ ഔട്ടുകൾ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ആണ്. വൈ ഫ്ലെക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലെക്സ് ബോക്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഡിവൈസിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലേ ഔട്ട് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഡിവൈസും ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ലാപ്ടോപ്പുകളുണ്ട്, ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസ്. ഒരു ലാപ്ടോപ്പിനോട് മാത്രം നമുക്ക് ഡിസൈൻ ചെയ്യാം. കാരണം ലാപ്ടോപ്പുകൾ തന്നെ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് തന്നെ ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസ് ഉണ്ട്. ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസിലുള്ള മോണിറ്റേഴ്സ് ഉണ്ട്, ലാപ്ടോപ്പുകളുണ്ട്, ടാബ്ലറ്റും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസിലുണ്ട്. മൊബൈൽ ഫോൺസ് ആണെങ്കിൽ ഭയങ്കര ഡിഫറെൻറ്റ് വേഴ്സറ്റൈലായിട്ട് സ്ക്രീൻ സൈസിലുള്ള മൊബൈൽ ഫോൺസ് അവൈലബിൾ ആണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് എല്ലാ ഡിവൈസിലും ആക്സസിബിൾ ആയാൽ മാത്രമേ യൂസേഴ്സിന് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് റെസ്പോൺസീവായിട്ടുള്ള ലേ ഔട്ടുകൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫ്ലെക്സ് ബോക്സ് വെച്ച് പറ്റും. അതേപോലെ തന്നെ ഫ്ലെക്സ് ബോക്സിൽ ഈ അലൈൻമെൻറ്റ് മെക്കാനിസം, ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചില എലമെൻറ്റ്സിന് നമുക്ക് സെൻറ്ററിലോട്ട് വെക്കേണ്ടി വരും. ചില സമയങ്ങളിൽ അതിനുള്ളിലുള്ള ഐറ്റംസിനെ ഇൻ ബിറ്റ്വീൻ സ്പേസ് ആഡ് ചെയ്തിട്ട് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ അതിൽ ചില എലമെൻറ്റ്സിനെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലും ചില എലമെൻറ്റ്സിനെ എൻഡിങ് പോയിൻറ്റിലും ഒക്കെ വെക്കേണ്ടി വരും. ഇങ്ങനത്തെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ, ജസ്റ്റ് 2 or 3 ലൈൻസ് ഓഫ് സ്റ്റൈലിംഗ് മാത്രം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയാണ് ഫ്ലെക്സ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ആൻസർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എല്ലാവരും ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇനീഷ്യലി വരുന്ന ഗൂഗിളിൻ്റെ ഹോം പേജാണിത്. ഇത് ബേസിക്കലി നമുക്ക് ഫ്ലെക്സ് ബോക്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഓരോരോ ഇപ്പോൾ ആ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളും ഒരു ഫ്ലെക്സ് കണ്ടെയ്നറായിട്ട് പരിഗണിക്കാം. ഇതിൽ ഫസ്റ്റത്തെ ആ ഗൂഗിളിൻ്റെ ഐക്കൺ വരുന്നതാണ് ഇനീഷ്യൽ കണ്ടെയ്നർ, പിന്നെ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സ്, പിന്നെ ഷോർട്ട് കട്ട്സ് ലിസ്റ്റ് ചെയ്യുന്നൊരു പോർഷൻ. ഇതിൽ എല്ലാം ഒരു ഫ്ലെക്സ് കണ്ടെയ്നറായിട്ട് പരിഗണിച്ച് അതിൽ കാണാം ഡിഫറെൻറ്റ് ഓരോരോ സാധനങ്ങളും ഓരോ സെപ്പറേറ്റ് തരങ്ങളിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്ലെക്സ് വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെർച്ച് ബാർ എന്ന് പറയുന്നത്. ഈ സെർച്ച് ബാറിൽ സെൻട്രലുള്ള സെർച്ച് ബാറിന് ആദ്യം സെൻട്രലോട്ട് അലൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ സെർച്ച് ഐക്കൺ ഉണ്ട്, ഇൻപുട്ട് ബോക്സ് ഉണ്ട്, പിന്നെ മൈക്ക്, ഫോട്ടോ ഐക്കൺസ്. ഈ ഐക്കൺസൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഇൻപുട്ട് ബോക്സാണ്. നെക്സ്റ്റ് വരുമ്പോൾ ഷോർട്ട് കട്ട്സ്. ഈ ഷോർട്ട് കട്ട്സിന് സ്പേസിങ് ഗ്യാപ്സ്, എല്ലാത്തിനും സെയിം ഗ്യാപ്സ് ഇട്ടിട്ട് അതിൻ്റെ ഓരോ സിംഗിൾ എലമെൻറ്റ്സിനെയും
സ്റ്റാക്ക് ചെയ്ത പോലെ ബ്ലോക്ക് എന്നുള്ള എലമെൻറ്റ് ചെയ്ത് വെച്ച പോലെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കംപ്ലീറ്റ് പരിപാടികൾ നമുക്ക് ഫ്ലെക്സ് വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വരുന്ന വീഡിയോകളിൽ ഏതാണ് ഓരോരോ പ്രോപ്പർട്ടീസും എങ്ങനെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എലമെൻറ്റ്സ് അലൈൻ ചെയ്യാമെന്നും അതിന് ഓർഡർ ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫ്ലെക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കയറിയിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ്.